വരുമോ നിൻ തിങ്കളേ തിങ്കളേ. ഒക്കെ പറയണമെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞത് നേരെ സർ. സാറിനെ കണ്ട വിവാഹം കഴിച്ച ആളാണെന്ന് തോന്നുകയില്ല. നല്ല കണ്ണ്, ശരിക്കും പറഞ്ഞ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നോട്ടം. ഞാൻ പഠിച്ചത് മഹാരാജാസിലാ. അവിടെ ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ ആരാധനാപാത്രമായ ഒരു അധ്യാപകനുണ്ടായിരുന്നു, ശ്രീകുമാർ സർ. എനിക്കടക്കം മുഴുവൻ പെൺകുട്ടികൾക്കും സാറിനോട് വൺ വേ പ്രേമം. ഒടുവിൽ ഞങ്ങളെ എല്ലാവരും തോൽപ്പിച്ച് എന്റെ ഫ്രണ്ട് രാഖി സാറിനെ സ്വന്തമാക്കി. സർ, ആ ശ്രീകുമാർ സാറിന്റെ തന്നെ ഡിറ്റോയാണ് സാറ്. അല്ല, എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. ആ, ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്, അല്ലേ സർ? സർ, എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് ഞാൻ ജോയിൻ ചെയ്തോട്ടെ സർ? താങ്ക് യു സർ. സർ, പേന. ഭഗവാനെ, സർവേശ്വര, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവാതെ നല്ലൊരു ഉദ്യോഗസ്ഥയാണെന്ന് മേലുദ്യോഗസ്ഥനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഭാഗ്യം നീ എനിക്കുണ്ടാക്കി തരണേ ഭഗവാനെ. ഈശ്വര. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും സാറിന്റെ വിശ്വസ്തയായിരിക്കും. ഗോഡ് പ്രോമിസ്. ഏത് കാര്യത്തിനും എന്റെ ഒരു സഹായം സാറിന് എപ്പോഴും പ്രതീക്ഷിക്കാം. ഒരു കീഴുദ്യോഗസ്ഥയും മേലുദ്യോഗസ്ഥനും എന്ന അതിർവരമ്പ് നമ്മൾക്കിടയിൽ വേണ്ടേ വേണ്ട. ചുരുങ്ങിയ പക്ഷം ഓഫീസ് ടൈമിന് ശേഷമെങ്കിലും നമ്മൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. സാർ എന്ത് പറയുന്നു? സർ, ഞാൻ അല്പം പുരോഗമന ചിന്താഗതിക്കാരിയാ സർ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സർ, ദേവിയത് സാറിനെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഞാൻ വായാടിയാണെങ്കിലും ഞാൻ ആള് വെറും ഒരു പാവമാണ് സർ. ആ, അത് സ്വയം പറയൊന്നും വേണ്ട. പാവമാണോ ചേത്താനാണോന്നൊക്കെ ഞാൻ വഴിയെ മനസ്സിലായിക്കോളാം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നാണല്ലോ. പാവമാണെന്ന് കരുതി സാറ് വിവാഹം ചെയ്ത പെണ്ണ് മഹാമോശക്കാരിയാണെന്ന് അനുഭവം കൊണ്ട് സാറിന് മനസ്സിലായി. അതിനുശേഷം കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും സാറിന് പേടിയാ. അതല്ലേ സാർ സത്യം? അതെ, കണക്കാ, എല്ലാം കണക്കാ. എന്നാ സാറിന് തെറ്റി. ദേ, ഈ ടൈം ആ കൂട്ടത്തിലല്ല സർ. ഓ അയ്യോ സർ, സോറി സർ. ഈ ദേവിക, എനിക്കിഷ്ടമുള്ളവർക്ക് മുമ്പിൽ തേനെന്ന് പറയാനാ എനിക്കിഷ്ടം. അതാ പെട്ടെന്ന് തെറ്റിപ്പോയത്. തന്റെ സ്മാർട്ട്നെസ് ഒക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒന്ന് ഓവർ ആവണ്ട. ഇല്ല സർ. ജോലിയൊക്കെ ഒത്തിരി പെൻഡിങ് ഉണ്ട്. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. സർ, സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട് സർ. എന്താ? സാറിന്റെ വൈഫുണ്ടല്ലോ. വൈഫോ? അനാവശ്യം പറയരുത്. ഞങ്ങൾ തമ്മിൽ ബന്ധം വേർപെടുത്തിയതാ. ഓ സോറി സർ. വൈഫല്ല, ആ ബാലാമണി ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ വല്ലാത്തൊരു വിഷമം. സാറിന് വിരോധമില്ലെങ്കിൽ ഞാനും സാറിന്റെ ഈ ക്യാബിനിൽ എവിടെയെങ്കിലും. ഇല്ല സാറിന് സർ, അത് സാറിനെ പോലെയുള്ള ഒരാളുടെ സാമീപ്യം
അത് എനിക്ക് വല്ലാത്തൊരു എനർജി ആവും. അതുകൊണ്ടാ സാർ ഞാൻ പറഞ്ഞത്. പിന്നെ ഫ്രീ ആകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാലോ. സാർ ഇതിനകത്താവുമ്പോ ആരും കാണുകയില്ല. ആ, അതൊക്കെ നമുക്ക് ആലോചിക്കാം. താൻ ആദ്യം ജോലി ചെയ്യാൻ നോക്ക്. ഓക്കെ സാർ, താങ്ക് യു സാർ. എന്താ? അല്ല സാർ, അത് എനിക്ക് സാറിന്റെ അനുഗ്രഹം. സാർ, എനിക്കൊരു സത്യം കൂടി. ഞാനതൊന്ന് തുറന്നു പറഞ്ഞോട്ടെ. സാറിനെ കണ്ട ഒട്ടും പ്രായം തോന്നില്ല. എന്നാ സാർ ഇതിന്റെ രഹസ്യം? ഈശ്വര, എന്റെ കുട്ടികളെ അനുഗ്രഹിക്കണേ. കൊട്ടും കൊരവയുമില്ലാതെ ഒരു വിവാഹം. ഓരോരോ വിധികൾ. ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ശ്രീമംഗലത്തെ ചരിത്രം ഇനിയാണ് തിരുത്തപ്പെടാൻ പോകുന്നത്. എന്താണൊരു സ്ത്രീയെന്ന് സേതുശേഖരൻ തമ്പിയും മാതാപിതാക്കളും ഇവിടുന്ന് അങ്ങോട്ട് അറിയും, നന്നായിട്ടറിയും. வாங்க சார், வாங்கோ. இங்கே உள்ள இருக்கு. பலமணி, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞല്ല അങ്ങ ഇരിക്ക. സാർ, ഇത് താ ആള്. എപ്പടി ഇരിക്ക്? തങ്ക കട്ടി താനേ. ഉള്ള പോങ്ക സാർ, പോങ്ക സാർ. இது நம்ம ஆளு தான், சிறு கஸ்டமர். சார்னே பார்க்க வேண்டி மாதிரி பார்த்தா உனக்கு எங்க சொர்க்கம் தான். എന്റെ കുഞ്ഞെവിടെ? എനിക്ക് പോണം. അതെ, കൂടുതൽ വിളച്ചൽ എടുക്കണ്ട. ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി നിക്കടി. പോവില്ലേ? சொன்ன கேட்க மாட்டேன். உன்னை நான் அணையாம விட மாட்டேன். உன்னை அப்புறம் மாட்டேன். உன்னை இன்னைக்கு தொலைப்பேன். என்னடி அங்க? நான் சொன்ன நீ கேட்க மாட்டேன். നിന്റെ മര്യാദ വിടുന്നത് എനിക്ക് തെരിയോടി. ഞാൻ சொல்றத നീ കേള്. നിന്നെ ഇങ്ങ കൊണ്ടുവന്നത് വളർത്താനല്ലേ, 4 തുട്ടുണ്ടാക്കുന്നതാ. നിന്നോട് ഞാന് എങ്കിട്ടാടി നിന്റെ കളി. നിക്ക് മോളെ, ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് കയറിയാ മതി.
ദാ മോളെ, ഐശ്വര്യമായിട്ട് ഈ നിറദീപം അങ്ങ് കയ്യേറ്റാട്ടെ. എന്നിട്ട് വലതുകാല് വച്ച് ഈശ്വരന്മാരെ മനസ്സിൽ സങ്കല്പിച്ച് അകത്തേക്ക് കയറുമോളെ. എനിക്ക് ദീപമൊന്നും വേണ്ട. ഞാൻ തന്നെയാണ് ദീപം. ഞാനുള്ളപ്പോ പിന്നെന്തിനാ മറ്റൊരു ദീപത്തിന്റെ ആവശ്യം? മോളെ, കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും ഓരോന്നിനോരോ ചടങ്ങൊക്കെ ഇല്ലേ? വധു നിലവിളക്കുമായി വരന്റെ ഗൃഹത്തിൽ പ്രവേശിക്കണമെന്ന ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിലൊക്കെ എനിക്ക് വലിയ വിശ്വാസം. പക്ഷേ കപട ശാസ്ത്രങ്ങളോട് എനിക്ക് തീരെ വിശ്വാസമില്ല. ആചാരങ്ങൾ തെറ്റിക്കുന്നതും എനിക്കിഷ്ടമാണ്. വലതുകാല് വെച്ച് കയറണോന്നല്ലേ അമ്മ പറഞ്ഞത്? ഞാൻ ഇടതുകാല് വെച്ച് കയറാൻ പോവാ. എന്താ സംഭവിക്കാന്നെന്ന് അറിയണമല്ലോ. അരുത്, വിശ്വാസ പ്രമാണങ്ങളൊന്നും ലംഘിക്കാൻ പാടില്ല. എന്ത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കണമെന്നൊക്കെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. എന്റെ വിശ്വാസ പ്രമാണം ഇടതുകാൽ വെച്ച് കയറണമെന്നാ. ഞാൻ അതേ ചെയ്യൂ. ஐயோ பயப்பட வேண்டாம். നിന്നെ ഒന്നുമേ பண்ண மாட்டேன். உனக்கு ஊருக்கு போல. എന്റെ മോളെവിടെ? അവളില്ലാതെ ഞാൻ എങ്ങോട്ട് പോവില്ല. മോള് அங்க இருக்கு, கூட்டிட்டு போங்க. அப்புறம் என்னோட வேலை முடிஞ்சாச்சு, நான் போறேன். മോളെ, 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 ചിഞ്ചു മോളെ, മോളെ. എന്റെ മോളെവിടെ? ഞങ്ങൾക്ക് പോണം. ദയവേത് ഞങ്ങൾ ഒന്നും ചെയ്യരുത്. നിന്നെ കൊല്ലില്ല. എത്രയും സുന്ദരിയായ നിന്നെ അങ്ങനെ ഞാൻ അവസാനിപ്പിക്കല്ല. ശ്രീമംഗലത്ത് വെച്ച് പലപ്പോഴും എന്റെ നിയന്ത്രണം തെറ്റിയതാ. ഒന്നും വേണ്ടാന്ന് വെച്ച് നിന്ന് എടുത്ത് തോളിലിട്ട് പോയാലോ എന്ന് പലപ്പോഴും ചിന്തിച്ചതാ. ഇത്രയും സുന്ദരിയായ നിന്റെ മുന്നിൽ എല്ലാം നിയന്ത്രിച്ചു പിടിച്ചു നിന്നതിന് എനിക്ക് വല്ല അവാർഡും തരേണ്ടതാണ്. നിന്നെ ഞാൻ ബോംബയ്ക്ക് കൊണ്ടുപോവുക. നിനക്കവിടെ വില പറഞ്ഞു വച്ചിരിക്കുക ഞാൻ. മുംബൈയിലെത്തിയാലുടൻ പണം നിറച്ച പെട്ടികളുമായി സേട്ടന്മാര് പറന്നു വരും. അവരുടെ മുന്നിൽ നിന്നെ ഞാൻ ലേലത്തിന് വെക്കും. പോയി വണ്ടിക്കറ്, വണ്ടിക്കറ്. വിട്.